ടീന സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പമാണ്. അത് ഞാൻ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് അരി അരച്ചും ഒന്ന് അരിപ്പൊടി കൊണ്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ പാലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഉഴുന്നും അരിയും നമുക്ക് ആവശ്യത്തിന് അളന്ന് കഴുകി കുതിർത്ത് വയ്ക്കണം. ഞാൻ 1/2 കപ്പ് വീതം ഉഴുന്ന് 2 ബൗളിലായിട്ടാണ് കുതിർക്കുന്നത്. കാരണം നമ്മൾ അരിപ്പൊടി കൊണ്ടും അരി അരച്ചുമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിയും 1/2 കപ്പ് ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അരിയും ഉഴുന്നും കൂടെ ഒരുമിച്ച് അരയ്ക്കാൻ പാടില്ല. ഉഴുന്ന് ആദ്യം നമ്മൾ സെപ്പറേറ്റായിട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് 1/2 കപ്പിന് ഞാൻ 1 കപ്പ് വെള്ളമാണ് കുതിർക്കാൻ ഒഴിച്ചത്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. ഒരുപാട് വെള്ളമാക്കി നമ്മൾ അരയ്ക്കാൻ പാടില്ല. ദോശയുടെ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരി ഇട്ട് അരച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു. അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 1/2 കപ്പ് ഉഴുന്നിന് 1 കപ്പ് വെള്ളമായിരുന്നു ഞാൻ കുതിർക്കാൻ യൂസ് ചെയ്തത്. അത്രയും വെള്ളം തന്നെ ഉപയോഗിച്ചാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ അരി ഒന്ന് അരച്ചെടുക്കാം. അരിയും കുതിർത്ത് വെച്ചിരിക്കുന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അരിയും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് ഉഴുന്നും അരിയും കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ അരിയും ഞാൻ അരച്ചു. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യാനുള്ള ഉഴുന്നും കൂടെ അരച്ചെടുത്തിട്ട് ഇതിലോട്ടുള്ള തേങ്ങ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടി കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരി കുതിർത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അരിപ്പൊടിയായിട്ടുള്ള മിക്സ്ചറിന് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് അരച്ചു. ഇനി അതിലോട്ട് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന നല്ല ഫൈനായിട്ട് റോസ്റ്റഡ് അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് ചേർക്കാം, കുറച്ച് ചേർക്കാം, വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. അപ്പം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പൊടിക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് തിളച്ച വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില അരിപ്പൊടിയുടെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്താൽ മതി. ആദ്യം ഒരു 2 കപ്പ് ചേർത്തിട്ട് പിന്നെ ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണല്ലോ ഈ മാവ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ആദ്യം 2 കപ്പ് പിന്നെ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കട്ട കൂടാതെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാൻ. അരിപ്പൊടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഉഴുന്നാണ് കുതിർത്ത് വെക്കേണ്ടത്. ഉഴുന്നും കൂടെ ചേർത്ത് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഈ അപ്പം നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇത് അധികം നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു 1/2 അവർ വെക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് പുളിക്കാത്ത അപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്ത് തേങ്ങയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഇത് പുഴുങ്ങാവുന്നതാണ്. നമുക്കിനി ഇതിലോട്ട് ആവശ്യമുള്ള തേങ്ങയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പം അരി അരച്ച ബാറ്ററിന് 1 കപ്പും അരിപ്പൊടിക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു 8 തൊട്ട് 10 ചെറിയ ഉള്ളിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത്, വളരെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണ്ട, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ഇതൊന്ന് ചതച്ച് എടുക്കണം. അധികം അരയാനും പാടില്ല, എന്നാൽ അരയാതിരിക്കാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതിലത്തെ നേരെ പകുതി ഭാഗം ഞാൻ
അരി അരച്ച മാവിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊരു 3 മണിക്കൂർ നിങ്ങളുടെ രാജ്യത്തിലെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾക്കൊരു 3 hours വെച്ച് കഴിഞ്ഞാൽ ഇത് പുളിക്കാൻ പാടില്ല. ഇത് പുളിക്കാത്ത അപ്പമാണ്. അപ്പോൾ ഇത് പുളിക്കാൻ പാടില്ല. അപ്പോൾ 2 to 3 hours റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി തേങ്ങ ഞാൻ അരച്ച തേങ്ങ അരിപ്പൊടിയുടെ മിക്സ്ചറിലോട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് നിർബന്ധമില്ല. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്ന അപ്പമാണ്. മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇഡ്ഡലിപ്പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ച് മാവ് പുഴുകാനുള്ള പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ച് എല്ലാ സൈഡ്സിലും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് ആവി വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കുക. കൈ സൂക്ഷിക്കുക. എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളി. ഇപ്പോൾ ഒരു അപ്പത്തിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 to 20 മിനിറ്റാണ്. അപ്പോൾ അത് ചിലപ്പം ചിലരുടെ കൺസിസ്റ്റൻസി അനുസരിച്ച്, അതായത് നിങ്ങൾ എത്ര തിക്കായിട്ട് ബാറ്റർ ഒഴിക്കുന്നു അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും കുക്കിംഗ് ടൈം. അപ്പോൾ ഒരു 15 minutes കഴിയുമ്പോൾ നോക്കുക. അടുത്ത് നമുക്ക് ഈ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള പാല് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 350 gram ശർക്കരയാണ് ഇവിടെ എടുത്ത് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 2ാം പാൽ 2 കപ്പും 1ാം പാൽ 1 കപ്പുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2ാം പാലിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയിലോട്ട് ഈ 2ാം പാലും അരിപ്പൊടിയും കൂടെ ഞാൻ കട്ടയില്ലാണ്ട് അതിലോട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി സ്റ്റൗവ് കത്തിച്ച് നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു കൺസിസ്റ്റൻസി പോരാ, ഭയങ്കര വാട്ടറി ആയിരുന്നു. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കയുടെ പൊടി ഒന്ന് ആഡ് ചെയ്യുക. ഒരു സ്വല്പം ഉപ്പും ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇരിക്കും തോറും ഒരു ഇച്ചിരി കുറുകും. അപ്പോൾ ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി ആയിരിക്കില്ല, കുറച്ചുകൂടെ കുറുകും ഇത്, കാരണം അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട്. നമ്മുടെ അരി അരച്ച അപ്പവും ഞാനൊരു സെറ്റ് വെച്ചായിരുന്നു. അപ്പോൾ അതും റെഡിയായി. ഓശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല വെച്ചിട്ടാണ് നമ്മൾ കുരിശ് വരയ്ക്കുക. അപ്പോൾ നമ്മളത് പെസഹ വ്യാഴാഴ്ച മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രം ഞാൻ കരയാമ്പ് കൊണ്ട് ഒരു കുരിശ് അടയാളം വരച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങളുടെ പെസഹ വ്യാഴാഴ്ചയ്ക്ക് ഈ അപ്പം ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടീനാസ് സ്വന്തം അടുക്കള.